കോതമംഗലം നഗരത്തെ ബ്ലൂ സോൺ മാതൃകയിൽ വികസിപ്പിക്കാൻ പദ്ധതി വരുന്നു. സംസ്ഥാന സർക്കാരിന്റെ സഹകരണത്തോടെ ഇന്ത്യയിലെ ആദ്യ ബ്ലൂ സോൺ ആശയം കോതമംഗലത്ത് നടപ്പാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്ന് MLA ഷിബു തെക്കുംപുറം അറിയിച്ചു. പ്രായമായവർ കൂടുതൽ ആരോഗ്യത്തോടെയും ദീർഘായുസ്സോടെയും ജീവിക്കുന്ന പ്രദേശങ്ങളായി അറിയപ്പെടുന്ന ബ്ലൂ സോണുകളുടെ മാതൃകയിൽ കോതമംഗലം മുനിസിപ്പൽ പ്രദേശത്തെ വികസിപ്പിക്കുന്നതിനുള്ള പദ്ധതിയുമായി മുന്നോട്ട് പോവുകയാണെന്ന് ഷിബു തെക്കുംപുറം MLA അറിയിച്ചു. ലോകത്തെ ബ്ലൂ സോണുകളിൽ ഒന്ന് കോതമംഗലത്തെ ആക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള പ്രാരംഭ യോഗമാണ് ഇന്നിവിടെ നടന്നത്. നമുക്കറിയാം, എല്ലാവർക്കും സന്തോഷത്തോടു കൂടി ആരോഗ്യത്തോടു കൂടി ജീവിക്കാൻ കഴിയുന്ന, ദീർഘായുസ്സോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു നാട്, അതാണ് ബ്ലൂ സോണിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ആ കൺസെപ്റ്റിലേക്ക് നമ്മൾ ഇന്ന് തുടക്കം കുറിക്കുകയും രാജ്യത്ത് എന്ന് മാത്രമല്ല നമ്മുടെ ലോകത്ത് തന്നെ 5 സ്ഥലങ്ങളിലാണ് ബ്ലൂ സോണുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആ ബ്ലൂ സോണുകളിലെല്ലാം വലിയ പ്രത്യേകതകളുണ്ട്. പ്രത്യേകിച്ച് ജീവിത രീതിയിൽ, ആളുകളുടെ കാലാവസ്ഥ, അതോടൊപ്പം തന്നെ ഭൂപ്രകൃതി, ഭക്ഷണരീതി തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും വ്യത്യസ്തത പുലർത്തുന്നത് കൊണ്ടാണ് ഈ 5 ബ്ലൂ സോണുകൾ ഏറ്റവും മികച്ച സ്ഥലങ്ങളായി ലോകത്ത് മാറിയത്. അവിടെ ജീവിത ദൈർഘ്യം എന്ന് പറയുന്നത് 100ന് മുകളിലോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ തരത്തിലും ആരോഗ്യത്തോടു കൂടി നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ബ്ലൂ സോൺ എന്നുള്ള പദ്ധതിക്ക് നമ്മൾ തുടക്കം കുറിക്കുന്നത്. തീർച്ചയായും എല്ലാവരുടെയും വലിയ പിന്തുണയോടുകൂടി, പ്രത്യേകിച്ച് മുനിസിപ്പൽ ചെയർപേഴ്സൺ ഇവിടെയുണ്ട്, ബാബു സാറ് ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്നു. എല്ലാവരുടെയും വലിയ പിന്തുണയോടുകൂടി നമ്മുടെ നാടിനെയും ആ നിലയിലേക്ക് മാറ്റാൻ കഴിയും. അതിൻ്റെ ആദ്യ സ്റ്റെപ്പ് എന്ന നിലയ്ക്കുന്ന ഒരു ആലോചന യോഗം ഇവിടെ നടന്നു. തുടർന്ന് വിപുലമായ യോഗങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് എല്ലാവരിലേക്കും ഈ സന്ദേശം എത്തിച്ചുകൊണ്ട് നല്ലൊരു നാടായി നമ്മുടെ കോതമംഗലത്തെ മാറ്റുവാനുള്ള എല്ലാ ശ്രമങ്ങൾക്കും പ്രിയപ്പെട്ട എല്ലാവരുടെയും വലിയ പിന്തുണയും സഹകരണവും അഭ്യർത്ഥിക്കുന്നു. ജപ്പാനിലെ ഒക്കിനാവ, ഇറ്റലിയിലെ സർദീനിയ, കോസ്റ്റാറിക്കയിലെ നിക്കോയ, ഗ്രീസിലെ ഇക്കാരിയ, അമേരിക്കയിലെ ലൊമാലിൻഡ എന്നീ പ്രദേശങ്ങളാണ് ലോക പ്രശസ്തമായ ബ്ലൂ സോണുകൾ. 100 വയസ്സിന് മുകളിലുള്ളവരുടെ എണ്ണം താരതമ്യേന കൂടുതലുള്ള ഈ മേഖലകൾ ആരോഗ്യകരമായ ജീവിതശൈലി, ഭക്ഷണക്രമം, കായികക്ഷമത, മാനസിക ആരോഗ്യം, സാമൂഹിക ഐക്യം എന്നിവയുടെ പേരിൽ ശ്രദ്ധേയമാണ്. ബ്ലൂ സോൺ വരുന്നതിൽ വളരെ ഹാർദവമായി ഞങ്ങൾ അതിന് സ്വാഗതം ചെയ്യുകയാണ്. സമാധാനത്തോടും സന്തോഷത്തോടും ഐശ്വര്യത്തോടും കൂടി ഇവിടെ ഈ സംഘടന അല്ലെങ്കിൽ ഈ പ്രവർത്തനം മുന്നോട്ട് പോകാനായിട്ട് വളരെ ഹാർദമായി തന്നെ സ്വീകരിക്കുന്നു. നമുക്കറിയാം, കോതമംഗലത്തെ പോലെ ശാന്തസുന്ദരമായ ഒരു നിയോജകമണ്ഡലത്തിൽ അല്ലെങ്കിൽ കോതമംഗലത്തിന് ഇത് നല്ല ഒരു ആർജവം നൽകുന്നതാണ്. എത്ര മനോഹരമായ കോതമംഗലത്ത് ഇങ്ങനെയുള്ള ഒരു പ്രസ്ഥാനം കൂടി വന്നു കഴിഞ്ഞാൽ അത് ഏറ്റവും മനോഹരമായി ഇവിടെയുള്ള ആളുകൾക്ക് സന്തോഷത്തോടു കൂടി ജീവിക്കാനുള്ള ഒരു പ്രചോദനം ലഭിക്കുകയാണ്. ഇവിടെ സീനിയർ, സൂപ്പർ സീനിയർ സിറ്റിസനെയാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നതെന്നാണ് ഇതിൻ്റെ സംഘാടകർ പറഞ്ഞത്. സീനിയർ സിറ്റിസൺ എന്ന് പറയുമ്പോൾ 60 വയസ്സും, സീനിയർ സൂപ്പർ സിറ്റിസൺ എന്ന് പറയുമ്പോൾ 80 വയസ്സിന് മുകളിലുള്ളവർക്ക്. നമുക്കറിയാം, ഒട്ടേറെ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്ന ഒട്ടേറെ ആളുകളുണ്ട്. വീടുകളിൽ പേരൻസ് മാത്രമുള്ള ആളുകളുണ്ട്, മക്കളെല്ലാം പുറത്തും. അങ്ങനെ വരുന്ന ആ സാഹചര്യത്തിൽ അവരെയൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഇതേപോലുള്ള പ്രസ്ഥാനം മുന്നോട്ട് പോകുമ്പോൾ വളരെ നന്നായിട്ട് തന്നെ എൻ്റെ പ്രവർത്തനം കൊണ്ടുപോകും. പശ്ചിമഘട്ടത്തിന്റെ താഴ്വാരത്ത് സ്ഥിതി ചെയ്യുന്ന കോതമംഗലത്തിന് പ്രകൃതിദത്തമായ സാഹചര്യങ്ങളാൽ ബ്ലൂ സോൺ പ്രദേശങ്ങളുമായി നിരവധി സാമ്യമുണ്ടെന്ന് MLA പറഞ്ഞു. കേരളത്തിലെ ഏറ്റവും ശുദ്ധമായ വായു ലഭിക്കുന്ന പ്രദേശങ്ങളിലൊന്നായ തട്ടേക്കാടിന്റെ സമീപ പരിസ്ഥിതിയും ശുദ്ധജല ലഭ്യതയും കാർഷിക പാരമ്പര്യവും അധ്വാനശീലരായ ജനവിഭാഗവും കോതമംഗലത്തിന്റെ പ്രത്യേകതകളാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സംസ്ഥാന സർക്കാരിന്റെ സഹകരണത്തോടെ ഇന്ത്യയിലെ ആദ്യ ബ്ലൂ സോൺ ആശയം കോതമംഗലത്ത് നടപ്പാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്നും MLA അറിയിച്ചു. കോതമംഗലം മുനിസിപ്പൽ ചെയർപേഴ്സൺ ഭാനുമതി രാജു, കോതമംഗലം ക്ലബ്ബ് പ്രസിഡന്റ് ഷാജി മാത്യു, സെന്റ് ജോസഫ് ഹോസ്പിറ്റൽ ധർമ്മഗിരി അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ ജോസ്മിൻ, ഡോക്ടർ ബേബി മാത്യു അർമ്മഗുടി, EVM ഹോട്ടൽസ് മാനേജ്മെന്റ് ഡയറക്ടർ ജെയിംസ് മാത്യു, ആൻഡോ ഉണ്ണുപാട്ട്, പാം കെയർ സീനിയർ ലിവിംഗ് മാനേജിംഗ് ഡയറക്ടർ ബാബു ജോസഫ്, ജനറൽ മാനേജർ ബിബിൻ വർഗീസ്, റിലേഷൻസ് മാനേജർ അതുല്യ സുരേഷ് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. നമ്മളിന്ന് ഒരു ആലോചന യോഗം നടത്തിയത് ലോകത്തിൽ വളരെ അപൂർവമായി മാത്രമുള്ള 5 ബ്ലൂ സോണുകൾ
അതായത് അവരുടെ ജീവിത രീതി, ലൈഫ് എക്സ്പെക്റ്റൻസി, അതുപോലെ ആരോഗ്യപ്രദമായ ജീവിതം, സ്ട്രെസ് ഇല്ലാത്ത ജീവിതം, ഇങ്ങനെ ലോകത്തിന് മാതൃകയായ 5 രാജ്യങ്ങളിലെ 5 സ്ഥലങ്ങൾ അതിനെക്കുറിച്ച് റിസർച്ച് നടത്തി പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് ഈ ബ്ലൂ സോൺ എന്ന് പറയുന്നത്. ഇപ്പം നമ്മളുടെ ഒരു ശ്രമം ഈ ബ്ലൂ സോൺ ഇൻസ്പയേർഡ് ആയിട്ടുള്ളൊരു പ്രദേശമായി കോതമംഗലത്തെ മുനിസിപ്പാലിറ്റിയെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് പ്രകൃതിദത്തമായ രീതിയിൽ ഒരു മലയോര പ്രദേശമാണ്. നമ്മുടെ ഈ ലോകത്തിലെ മറ്റ് സ്ഥലങ്ങളും എല്ലാം തന്നെ പലതും മൗണ്ടൻ ബേസ്ഡ് ആയിട്ടുള്ള മലയോരങ്ങളാണ്, മലയുടെ വാലീസാണ്. അപ്പോൾ നമുക്ക് അറിയാമല്ലോ, പശ്ചിമഘട്ടത്തിൻ്റെ ഒരു വാലിയാണ് കോതമംഗലം. അതുപോലെ ഏറ്റവും നല്ല എന്താ പറയുന്നത് എയർ ക്വാളിറ്റി ഉള്ള പ്രദേശം നമ്മൾ തൊട്ടടുത്തുള്ള കേരളത്തിലെ ഏറ്റവും നല്ല എയർ ക്വാളിറ്റി തട്ടേക്കാടാണ്. തട്ടേക്കാട് ഇവിടെ നിന്ന് എത്ര ദൂരമുണ്ടെന്ന് നമുക്കറിയാം. അതുപോലെ വെള്ളത്തിൻ്റെ ക്വാളിറ്റി, പിന്നെ ഹിൽ പ്രൊഡ്യൂസ് ഉള്ള സ്ഥലമാണ്. ആളുകൾ പൊതുവെ അധ്വാനശീലരാണ്, കാർഷിക പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവരാണ്. അപ്പോൾ ഈ ബ്ലൂ സോണിൽ പരമ്പരാഗതമായി ഉണ്ടായിട്ടുള്ള പലതും നമുക്കിപ്പോൾ തന്നെ സ്വാഭാവികമായി പ്രകൃതിദത്തമായി തന്നെ കോതമംഗലത്തിനുണ്ട്. മീഡിയ 16 ന്യൂസ്, കോതമംഗലം.